ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ്. തന്നെ ഒന്ന് നോക്കിയ പോലുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് വിനയ്. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, നിനക്കറിയാമോ എന്തൊക്കെ കഷ്ടപ്പാടിലൂടെയാ ഞാൻ ഇവിടം വരെ എത്തിയതെന്ന്. ശേഖരേട്ടൻ ഗായത്രിയെ കൊന്നതിന് ശേഷം നിന്റെയും വിപിന്റെയും ഒക്കെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഗോപിനാഥിനോട് പ്രണയം നടിച്ചതും ഈ വീട്ടിൽ മരുമകളായി കയറിപ്പറ്റിയതും. നീയൊന്നും അതൊന്നും എന്താ ചിന്തിക്കാത്തത്? എന്ത് മോഹിച്ചാണോ ഞാനെന്ന് അയാളുടെ താലി കഴുത്തിൽ ചാർത്തിയത്. എന്നാൽ അത് ഇതുവരെയൊന്നും നടന്നിട്ട് പോലുമില്ല. ഇപ്പൊ കണ്ടില്ലേ, വിശാലും പാർവതിയും നമുക്കെതിരെ ഓരോരോ പുതിയ യുദ്ധങ്ങളുമായിട്ട് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തില് ഞാൻ കൂടി അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായേനെയെന്ന് നീ തന്നെ പറ. ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ്, ഞാൻ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. തുടർന്ന് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് റിയ പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നതാണ്. റിയയെ കണ്ടയുടൻ പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അല്ല, ഇപ്പൊ നിന്നെ കാണാനേ ഇല്ലല്ലോ. ഈയിടെയായിട്ട് നിനക്ക് പുറത്തുപോക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. നീ ഇത് എവിടെയാ പോകുന്നത്? ആരെ കാണാനാ പോകുന്നത്? അത് പിന്നെ ആന്റി, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഔട്ടിങ്ങിന് പോയതാ. ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങള് നീ അറിയുന്നുണ്ടോ? വിനയ്ക്ക് തന്നെ കണ്ടില്ലേ, ഇപ്പോ ഒട്ടും വയ്യാതിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ കമ്പനിയുടെ മദ്യം കഴിച്ച് 3-4 പേര് മരിക്കുകയും ചെയ്തു. അത് ഞാൻ അറിഞ്ഞിരുന്നു ആന്റി. അതില് ഞാൻ കുറ്റക്കാരിയല്ലല്ലോ. നീ പറഞ്ഞിട്ടല്ലേ റിയേ ഞങ്ങള് ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചത്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, ലാഭത്തിന് പകരം നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ തന്നെ അകത്താകാതിരിക്കാൻ വേണ്ടി ഞാൻ കോടികൾ മുടക്കേണ്ട അവസ്ഥയാണ്. അത് പിന്നെ ആന്റി, എല്ലാം ശരിയാകും. ആന്റിയെയും വിനയെയും ഈ കേസിൽ നിന്നും ഞാൻ ഒഴിവാക്കി തരാം. അതിന് ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങളെല്ലാം വിശാലിനെ ഏൽപ്പിക്കാമെന്നും അതോടെ കേസ് വിശാലിന്റെ തലയിലാകുമല്ലോ എന്നും റിയ പറയുകയാണ്. പക്ഷേ അതൊന്നും അത്ര എളുപ്പം നടക്കില്ലല്ലോ റിയ എന്ന് പ്രഭാവതി പറയുമ്പോൾ, ഞാൻ എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം വിശാലിനെ ഒന്ന് കാണാൻ പോകാമെന്നും ഞാൻ സംസാരിച്ചു നോക്കാമെന്നും റിയ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതിക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് റിയ ജിതിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എത്ര നേരമായി ഞാൻ നിന്നെ ഇവിടെ കാത്തിരിക്കുന്നു. നീ ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് ദേഷ്യത്തോടെ ജിതിൻ ചോദിക്കുമ്പോൾ, അത് പിന്നെ ആ പ്രഭാവതി എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നെന്നും പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ റിയ ജിതിനോട് പറയുന്നു. ഇപ്പൊ ഞാൻ എന്താണെങ്കിലും വിശാലിനെ കാണാൻ പോകും. പ്രഭാവതി പറഞ്ഞതുപോലെ കമ്പനിയുടെ ഭരണങ്ങളെല്ലാം ഏറ്റെടുക്കാനും പറയും. അതിനുശേഷം വൈകുന്നേരം അവിടെ ആരുമില്ലാത്ത സമയത്ത് വിശാലിനെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും. അതേസമയം നീ അങ്ങോട്ടേക്ക് വരികയും വയ്യാതെ കിടക്കുന്ന വിനയെ തലയിണ ഉപയോഗിച്ച് കൊല്ലുകയും ചെയ്യണം. കൃത്യസമയത്ത് വിശാൽ അവിടെ എത്തണം. വിശാൽ അവിടെ എത്തിയതിനു ശേഷം മുറിയിലേക്ക് വരുമ്പോഴേക്കും ചത്തു കിടക്കുന്ന വിനയെ വേണം കാണാൻ. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. വിനയെ കൊന്ന കുറ്റത്തിന് വിശാല് അകത്താകും. പ്രഭാവതിയോ ആകെ തകർന്നു നിൽക്കുകയും ചെയ്യും. അതോടെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ. അങ്ങനെ നമുക്ക് ഈ രാജ്യം വിട്ടു തന്നെ പോകാമെന്നും റിയ പറയുമ്പോൾ, ഇത് കേൾക്കുന്ന ജിതിന് സന്തോഷമാവുകയാണ്. പിന്നെ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാമെന്ന് റിയ പറയുമ്പോൾ, എനിക്കത് ചെയ്യാനറിയാമെന്ന് ജിതിനും പറയുന്നു. ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിനക്ക് മറ്റൊരു വലിയ സമ്മാനം കൂടിയുണ്ടെന്ന് റിയ പറയുമ്പോൾ, ഇത് കേട്ട് സന്തോഷിക്കുകയാണ് ജിതിൻ. പിന്നീട് കാണിക്കുന്നത് പാറുവും വിശാലും കൂടി ബൈക്കിൽ റിയയുടെ അടുത്തേക്ക് വരുന്നതാണ്. ഞാൻ ഒരുപാട് കൊതിച്ചിരുന്ന ഒരു യാത്രയായത്. എൻ്റെ പെണ്ണിനെയും കൂട്ടി ബൈക്കില് ഒന്ന് കറങ്ങാൻ. തനിക്കും ഇത് ഇഷ്ടമാണോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു ഒന്നും മിണ്ടുന്നില്ല. താനെന്താ മൗനവ്രതത്തിലാണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താനെന്നെ ഒന്ന് പിച്ചിയാൽ മതിയെന്ന് വിശാൽ പറയുമ്പോൾ പാറു വിശാലിനെ പിച്ചുകയാണ്. അങ്ങനെ അവര് റിയയുള്ള സ്ഥലത്തെത്തുമ്പോൾ പർദ്ദയിട്ട പാറുവിനോട് അവിടുന്ന് മാറി നിൽക്കാൻ വിശാൽ പറയുകയാണ്. അങ്ങനെ റിയയും വിശാലും കൂടി സംസാരിക്കുന്നു. കമ്പനി ഭരണങ്ങളെല്ലാം ഏറ്റെടുക്കാൻ റിയ പറയുമ്പോൾ അതൊന്നും നടക്കില്ലെന്ന് വിശാൽ പറയുന്നു. എന്നാൽ പ്രഭാവതിയെ കൊണ്ട് വിശാലിനെ വിളിപ്പിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുപ്പിക്കുകയും ചെയ്യുകയാണ് റിയ. പ്രഭാവതിയുടെ വാക്ക് ധിക്കരിക്കാനാകാതെ വിശാൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പാറു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.